വീട്ടിലാരോ വന്നെന്ന് തോന്നുന്നു. സുഖമാണോ മുത്തശ്ശ? ഞാൻ സുഖമായിട്ടിരിക്കല്ലേ മോനെ. എന്താ നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ? അല്ല, പുതിയ വീട് ഉദ്ദേശിച്ച പോലെയൊക്കെ കിട്ടിയല്ലോ അല്ലേ നിങ്ങൾക്ക്? ആ മുത്തശ്ശ, അതൊന്ന് പറഞ്ഞിട്ട് പോകാനാ വന്നേ. ആ പിന്നെ രാമുണ്ടാണെങ്കിൽ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ അനന്തലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, എന്നോടും പറഞ്ഞതാ ഒന്ന് പോയി കാണണമെന്ന്. ആ അനന്തലക്ഷ്മി ഉണ്ടല്ലോ ഡോക്ടർ, വളരെ നല്ല ആളാ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാ. നമ്മളെ അല്ലാതെ ആരെ സഹായിക്കും? നിങ്ങളൊന്നും ആലോചിക്കേണ്ടെന്ന്, എല്ലാം ശരിയായി വരും. എന്താ എടുക്കണ്ടേ? അയ്യോ മുത്തശ്ശ, ഒന്നും വേണ്ട. സീത, സീത. ഓ, സീത വീട്ടിലില്ലല്ലോ അല്ലേ? സീത എങ്ങോട്ടാ പോയെന്ന് നിന്നോടും പറഞ്ഞില്ലേ മോളെ? എന്താ അച്ഛാ? ഒന്നുമില്ല. കോഫി എടുക്കുക, കോഫി. താങ്ക് യു. സീത പറഞ്ഞിട്ട് പോകാത്തതിൽ അച്ഛനെന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് പിരികേറ്റി കൊടുത്തിട്ടുണ്ട് ആ താടക. എന്നാൽ ഈ അച്ഛനെന്താ പറ്റിയത്? പാർക്ക് പറയുന്നതൊക്കെ കേട്ട് സീതയോട് ദേഷ്യം കാണിക്കാതിരുന്നാൽ മാത്രം മതി. രാമൻ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? ഇല്ല അച്ഛാ, ഇതുവരെ എത്തിയില്ല. ഞാൻ അവൻ വന്നു കാണുമെന്നാ കരുതിയത്. അങ്കിൾ, അച്ഛനില്ലാത്ത വിഷമാണോ? അച്ഛന്റെ ചെറിയച്ഛനുണ്ടല്ലോ, അവരോട് ആരാ മോളെ? അവള് വിശ്വചേട്ടനെ കുറിച്ചായിരിക്കും പറയുന്നേ. ചേട്ടൻ മുകളിലുണ്ടെന്നാ തോന്നുന്നേ. ആഹാ, നിങ്ങൾ കണ്ട ചെറിയച്ഛനെ കുറിച്ചല്ല പറഞ്ഞേ, നിങ്ങൾ കാണാത്ത ചെറിയച്ഛനെ കുറിച്ചാ ഞാൻ പറയുന്നേ. അങ്കിൾ, അങ്കിൾ, അങ്കിൾ. ശ്രീമോളെ, നീ ആരെ കുറിച്ചാ പറയുന്നേ? ആരാ സിഹി അത്? ഞങ്ങള് കാണാത്ത ഒരാള്. അവരിവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർ ഇൻവിസിബിൾ മൂഡിലാ ഉള്ളത്. ഇൻവിസിബിൾ മോഡോ? അയ്യോ, വലിയ വർത്താനാണല്ലോ ഇവൾക്ക്. ഈ കുട്ടികൾ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോ സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. അത് സത്യ. ശ്യാം, റാം വന്നിട്ട് വന്നാലോ? ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശാലിനി, ഒരു 5 minutes. മുത്തശ്ശൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? ഇവക്കെന്തോ ഒരു പന്തികേട് പോലെ. ഇവക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സീത, ഡോക്ടറിന്റെ ഓർണമെന്റ്സ് ഒക്കെ അഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ താലി അവിടെ അഴിച്ചു കൊടുത്തു. ചിലപ്പോ ഇടുന്ന ഔട്ട്ഫിറ്റ്സിന് താലി മാച്ച് അല്ലെന്ന് അറിഞ്ഞാലും ഊരാനുള്ള മനസ്സ് എനിക്ക് വരാറില്ല. പക്ഷെ ഇന്ന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാ അഴിച്ചു കൊടുത്തത്. എന്ത് ചെയ്യാനാ? സർജറിക്ക് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? താലിയല്ലേ, വേണമെങ്കിൽ അശോകിനെ കൊണ്ട് ഒന്നുകൂടെ കെട്ടിക്കാലോ. സീത, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കല്ലേ, എന്തേലും പറയാവുന്ന. പേടിച്ചിട്ടാണോ? ഡോണ്ട് വറി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. സർജറി കഴിഞ്ഞാൽ ഒരു ചെറിയ വെയിറ്റ് ലോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാതൊരു ഡയറ്റും എക്സസൈസും ഇല്ലാതെ വെയിറ്റ് കുറയെങ്കിൽ നല്ല കാര്യമല്ലേ? പ്രിയ, ഡയറ്റിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരിക്കെ. ഹായ് റാം. ഹായ് പ്രിയ, നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. റാം, നിങ്ങൾ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? പ്ലീസ് ഡോണ്ട് വെറി, ഐ എം അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. ഈ സർജറി ഒന്ന് കഴിഞ്ഞാൽ മതി. ഐ വിൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആക്ച്വലി ഞങ്ങൾ നിന്നെ സമാധാനിപ്പിച്ച് ധൈര്യം തരാൻ വേണ്ടി വന്നാ. പക്ഷെ നീയാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു. അപ്രീഷിയേറ്റിംഗ് പ്രിയ. നിന്റെ കോൺഫിഡൻസ് കൊണ്ട് നിനക്ക് ക്യാൻസറിനെ തോൽപ്പിക്കാൻ പറ്റട്ടെ. ട്രസ്റ്റ് മീ. താങ്ക്സ് രാമേട്ട. ആക്ച്വലി
അശോക് മാത്രം എന്റെ കൂടെ ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ബട്ട് നിങ്ങൾ രണ്ടുപേരും വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. ഐ തിങ്ക് ദൈവത്തിന് എല്ലാം അറിയാം, ആരെ ഏത് സമയത്ത് ലൈഫിലേക്ക് അയക്കണമെന്നൊക്കെ. രണ്ടാളും കറക്റ്റ് സമയത്താ വന്നത്. താങ്ക് യു സോ മച്ച്. ഇത്ര ദിവസം മറച്ചു വെച്ചതുപോലൊന്നും മറച്ചു വെക്കരുത്. ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ മാം, ഡൺ. ഓപ്പറേഷൻ ഒരുപാട് പ്രോസസ് ഉണ്ട്, സോ പ്ലീസ്. ഷുവർ ഡോക്ടർ, യു പ്ലീസ് ക്യാരി ഓൺ. ഞങ്ങളത് ഇറങ്ങായി. പ്രിയ, കെയർഫുൾ. ദൈവം കൂടെയുണ്ട്, എല്ലാം നന്നായിട്ട് തന്നെ വരും. സീ യു സൂൺ. ബൈ പ്രിയ, ടേക്ക് കെയർ. ബൈ. എല്ലാം ശരിയാവും കേട്ടോ. സർജറി പെട്ടെന്ന് അവസാനിക്കും. യു വിൽ ബി ഫൈൻ. ഓഫ് കോഴ്സ് ആഘോഷങ്ങൾ. ലവ് യു. ലവ് യു ടു. എന്റെ രാമനൊരു കാര്യം ഏറ്റെടുത്താ അത് അവസാനിപ്പിക്കാതെ വിടില്ല. അവൻ ഡോക്ടറോട് സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞിനെ എന്തായാലും ലഭിക്കും, അതോർത്ത് വിഷമിക്കണ്ട. നമ്മുടെ റാമിനെ കുറിച്ച് എനിക്ക് അറിയില്ല മുത്തശ്ശ. എന്നാലും ആ ഡോക്ടർ പെണ്ണില്ലേ, വളരെ നല്ലവളാ, അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക്. എന്നാ ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തോട്ടെ. ആ ശരി മുത്തശ്ശ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടെ അടുത്ത റോഡിലാണ് വീടെടുത്തത്. ഇടയ്ക്ക് അങ്ങോട്ട് വരണേ. ഉറപ്പായിട്ടും വരും. ശാലിനി, ഒരു വിരുന്നുണ്ടാക്കി വിളിച്ചാൽ മതി, എല്ലാവരും കൂടി എത്തിക്കോളാം. ആശീർവദിക്കണം മുത്തശ്ശ. ഇവക്കെന്തോ ഒരു പന്തികേട് പോലെ. ഇവക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നന്നായി പോട്ടെ. ശരി മുത്തശ്ശ. സിഹി, അനി, ഞങ്ങൾ പോട്ടെ മോളെ. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പോകാറായോ? എന്റെ ഡ്രോയിങ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ശാലിനി ആന്റി, ഇത് രസമുണ്ടോ? ഓ ഗോഡ്, സിഹി ഒരാൾ പോരാഞ്ഞിട്ട, ഇനി അനിയും കൂടി. ഐ ജസ്റ്റ് കാൻറ്റ് ബെയർ ദിസ് ടു. പറയാനുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാ. ഒന്നിനൊന്ന് നന്നായി വരച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും 5 സ്റ്റാർ. വൗ, സൂപ്പർ. താങ്ക് യു സിഹി, ഞങ്ങളെ നിന്റെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തതിന്. വീട് വൃത്തിയാക്കാൻ വന്നിട്ട് മുതലാളിയെ പോലെ കിടക്കുന്ന കണ്ടോ? ഇങ്ങോട്ട് വന്നേ. എടീ, മുതലാളി അല്ലടി ഞാൻ. ഇത് എന്റെ അനിയത്തിയുടെ വീട് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയത് ആരാ? എന്റെ അച്ഛൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്. എന്തോ എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ സമയത്ത് അവള് കൂടെ നിന്നു, ഞാനാണെ കൂടെ നിന്നില്ല. അങ്ങനെയാണ് ഈ വീട് അവളുടെ പേരിലേക്ക് ആയത്. ഇപ്പൊ എന്താ വേണ്ടേ? അവളുടെ പേര് വലിയൊരു ബംഗ്ലാവുണ്ട്, കാറ്, കമ്പനി, ഷെയർ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളപ്പോ ഈ പഴയ വീട് അവക്ക് എന്തിനാ? Therefore, ഇനി മുതൽ ഈ വീട് എന്റെയാണ്. ഈ വീടേ നിങ്ങളുടെയാന്ന് പറയാൻ ഇതിന്റെ ആധാരം കൂടെ നിങ്ങളുടെ പേരിലാവണ്ടേ? അതൊക്കെ അങ്ങ് ആയിക്കോളൂന്നേ. പൂരം നടത്തുന്നവർക്ക് നേർച്ച നടത്താനാണോ ഇത്രയും വലിയ പാട്? യു ഡോണ്ട് വറി. ഈ ആഘോഷത്തിന് ഈ വീട് നിനക്ക് ഞാൻ പ്രസന്റ് ആയിട്ട് തരുന്നതായിരിക്കും. അനിയത്തിയുടെ ഇന്ന് തട്ടിപ്പറിച്ച് എനിക്ക് ഗിഫ്റ്റ് തന്നോ? എന്ത്? ഇതെന്താ അവളുടെ വീടാണോ? ഇതെന്താ അവള് പടുത്ത് കെട്ടിയതാണോ? പടുത്ത് കെട്ടിയതൊന്നും അല്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ജോലിക്ക് പോയോളാ. ആഹാ, അങ്ങനെയാണോ? ഈ വീടിന്റെ ലോൺ അടയ്ക്കും, എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ നടത്തും,
അതുകൂടാതെ കിട്ടുന്ന ഗ്യാപ്പില് എന്തോന്നാ വാടകയ്ക്ക് അമ്മയാകാൻ വരെ പോകും. ഓ, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓപ്പറേഷന് ചിലപ്പോ പണം തികഞ്ഞു കാണില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അയ്യോ പാവം, എത്ര കഷ്ടപ്പെട്ട് കാണും അവള് അല്ലേ? എന്നാ ഞാനോ? എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ലായിരുന്നു, കാശുണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ എവിടുന്ന് പണം എടുത്ത് കൊടുക്കാനാ? ഈ ഗ്യാപ്പില് അവള് പോയൊരു കുഞ്ഞിനെ പ്രസവിച്ച് വലിയ ആളാകാൻ ശ്രമിച്ചതാ. എന്നാലും വാടകയ്ക്ക് പ്രസവിക്കാൻ അവള് തീരുമാനിച്ചല്ലോ, സമ്മതിച്ചു കൊടുക്കണം അവളുടെ ധൈര്യം. എടി പോത്തെ, നിന്റെ നാവ് ഒന്ന് അടക്കി വെക്ക്. നിന്റെ ഈ റേഡിയോ തുറന്ന് വെറുതെ നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ നോക്കണ്ട. വെറുതെ എന്നെ പറയല്ലേ. എടി പോത്തെ, ആദ്യം ഞാൻ പറയുന്നത് മര്യാദക്ക് കേൾക്കാൻ നോക്ക്. ഈ വീട് നമ്മുടെ പേരിലേക്ക് ആക്കിയെടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു തുറുപ്പ് ചീട്ടാണിത്. ഈ രഹസ്യം നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി. സീതയെങ്ങാനും ഈ വീട് നമുക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ സിഹി അവളുടെ മകളല്ല എന്നുള്ള സത്യം എല്ലാവരെയും അറിയിക്കും എന്ന് ഞാനും പറയും. അപ്പൊ പിന്നെ അവള് ഈ വീട് എനിക്ക് തരാതെ വേറെ എങ്ങോട്ട് പോവാനാ? കൊള്ളാലോ ഏട്ടാ നിങ്ങളുടെ പ്ലാന്. പിന്നല്ലാതെ ഇത്രയെങ്കിലും ചെയ്തില്ല പിന്നെ എങ്ങനെയാ? രുദ്രപ്രതാപൻ എന്താ പറഞ്ഞത്? ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി കൊടുക്കണമെന്ന്. ശരിയല്ലേ? അപ്പോ നിങ്ങൾ ഇനി ഇവനെ അന്വേഷിക്കൂ? അന്വേഷിക്കാം, എങ്കിലല്ലേ ഈ വീട് എന്റെ പേരിലേക്കാവൂ. നാളെ എങ്ങാനും അവൾ ഈ വീട് എന്റെ പേരിലേക്ക് മാറ്റില്ല എന്ന് പറയട്ടെ, അപ്പൊ ഞാൻ സിഹി അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോകും എന്നങ്ങ് പറയും. അപ്പൊ അവൾക്ക് പേടിച്ചല്ലേ പറ്റൂ. നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങളുടെ തലേ പൂപ്പല് പിടിച്ച ബ്രെഡാന്നാ ഞാൻ വിചാരിച്ചേ. ഉപയോഗം ഉണ്ടല്ലേ? എന്റെ ബുദ്ധി സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് മോളെ. നീ ഇപ്പൊ പോയി ഈ വീട് ശരിക്കും അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ നോക്ക്. ഇത് നമ്മുടെ വീടാകാൻ പോവല്ലേ? ഈ വീട് നമ്മുടെ വീടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ക്ലീൻ ചെയ്യാൻ നോക്ക്. ഇല്ല പിടിക്കേ. എടി, എന്റെ ബുദ്ധിക്കപ്പോ ഒരു വിലയില്ലല്ലേ? കാണിച്ചു തരാൻ വേണ്ടി ഞാൻ. പ്രിയയുടെ കാര്യം ഇപ്പൊ വീട്ടിൽ ആരെ അറിയിക്കണ്ട. അറിഞ്ഞാ അതെല്ലാവർക്കും ടെൻഷനാവും. എല്ലാവരും കാണാൻ വരും. എന്നെ കാണാൻ ഇത്രയും പേര് വരുന്നത് എന്തിനാന്ന് പ്രിയയ്ക്ക് തോന്നരുത്. അതുകൊണ്ട് അഞ്ജുവിനോടും അമ്മയോടും വരണ്ടെന്ന് തന്നെയാ പറഞ്ഞത്. എടാ, സൂര്യോട് എന്തായാലും ഈ കാര്യം പറയാൻ നിൽക്കണ്ട. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും സഹിക്കില്ല. വലിയ വിഷമാവും. എല്ലാം ശരിയായ ശേഷം ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞോളാം. ഷുവർ അശോക്. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവരുത്. പ്രിയ ധൈര്യമുള്ളവളാ, വേഗം ഭേദമായിക്കോളും. ശ്യാം, വീട്ടിൽ ഒരുപാട് ജോലിയില്ലേ, നമുക്ക് പോയാലോ? ആ ഷുവർ. സിഹി, അന്ന് ഇറങ്ങട്ടെ. പുതിയ വീട്ടിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഡോക്ടർ അങ്കിൾ, ഞങ്ങൾക്ക് ആ പുതിയ വീട് കാണാൻ കഴിയോ? ഓ, കാണാലോ. ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിക്കോട്ടെ. അവരുടെ വീട്ടിലേക്കോ? സിഹി, നിന്റെ അമ്മ ഇവിടെ ഇല്ല. വന്നാ ഞാൻ എന്താ പറയാ? വേണ്ട മോളെ. അടുത്ത വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി. ഞങ്ങളുടെ പഴയ വീട്ടില് ഞാൻ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ സീതമ്മ ഒന്നും പറയാറില്ല. ഡോക്ടർ അങ്കിൾ, വാ നമുക്ക് പോകാം. നിങ്ങളുടെ വീട് എങ്ങനെയുണ്ടെന്ന് എനിക്കും കാണണം. നീയും വാ അനി. ഇവര് രണ്ടുപേരും വന്ന എനിക്ക് ശരിക്കും ഭ്രാന്തം. എനിക്കിവരെ നോക്കാനൊന്നും പറ്റില്ല. ശ്യാം, രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്ന എങ്ങനെയാ മാനേജ് ചെയ്യാ? ഞാൻ വരുന്നില്ല. നീയും പോവണ്ട സിഹി, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാലോ. പക്ഷെ എനിക്ക് ഇവരുടെ വീട് കാണണമെന്ന് വലിയ
ആഗ്രഹമുണ്ട്. അവരുടെ പുതിയ വീടല്ലേ, എനിക്ക് കാണണം ആനി. സിഹി, നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നാ അത് ഞങ്ങളുടെ ഭാഗ്യമാ മോളെ. നീ എന്തായാലും വാ. സാധന ചേച്ചി, ഞാൻ സിഹിയെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. സീതയോട് പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചുകൊണ്ടെന്നാക്കാം. ശരി ശ്യാം. പിന്നെ നിങ്ങളോടും, നിങ്ങളെല്ലാരും ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം. ഉറപ്പായും വന്നോളാം. ഇവിടെ അടുത്തല്ലേ, ഇപ്പൊ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ, ഞങ്ങൾ വരാം. പോയാലോ? കമോൺ സിഹി, ലെറ്റ്സ് ഗോ. ബൈ ആനി, ഞാൻ വേഗം വരാമേ. വിഷമം തോന്നരുതേ. ബൈ. ബൈ അനി. ബൈ. സാധനേ, സാധനേ. ആ ഏട്ടാ വരുന്നു. അയ്യോ, നിങ്ങളുടെ കോഫിയുടെ കാര്യം മറന്നു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അതല്ല പെണ്ണേ, നീ എന്തിനാ കുട്ടി അവരോട് പറഞ്ഞു വിട്ടത്? അവരാരാണെന്ന് കരുതിയിട്ടാ? കണ്ടവരുടെ കൂടെ കുഞ്ഞിനെ പറഞ്ഞയച്ചാൽ എങ്ങനെയാ? ബുദ്ധിയില്ലേ നിനക്ക്? കണ്ടവരുടെ കൂടെയോ? ഏട്ടാ, അത് വാണി ചേച്ചിയുടെ ഫ്രണ്ടിന്റെ മകനാ, നമ്മുടെ ശ്യാം. അവനെ അറിയില്ലേ നിങ്ങക്ക്? വാണി ചേച്ചിയുടെ ഫ്രണ്ടിന്റെ മോനോ? ഓർമ്മ വരുന്നില്ലല്ലോ. എന്നാലും കുട്ടികളെ അങ്ങനെ എല്ലാവരുടെയും കൂടെ പറഞ്ഞയക്കാൻ പാടില്ല. ഏട്ടാ, സിഹിക്ക് ആ ശ്യാമിനെ ഒരുപാട് ഇഷ്ടമാ. അവർക്കും അതെ, സിഹി എന്ന് വെച്ചാൽ ജീവനാ അവർക്ക്. പോയിട്ട് വരട്ടെ ഏട്ടാ. അവന്റെ ഭാര്യ എനിക്കെന്തോ അത് ശരിയായിട്ട് തോന്നുന്നില്ല. നോട്ട് കംഫർട്ടബിൾ. അവളെന്തോ ആ കാണുന്ന പോലെയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ദേ നോക്ക്, അവളുടെ കൂടെ കുഞ്ഞിനെ അയക്കാൻ പാടില്ല. നീ ചെന്ന് വിളിച്ചോണ്ട് വാ, ചെല്ല്. ഏട്ടാ, ഞാൻ പോയി കൊണ്ടുവരണോന്നോ? ആ ഏട്ടാ, അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത്. പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാ സാധന, ഏട്ടാ, അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത്. പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാ സാധന. അച്ഛൻ ദാ വരുന്ന അച്ഛാ, ഞാനിപ്പോ വരാവേ. ആ അച്ഛാ, ദാ വരുന്നു. അല്ല മോളെ, നീ ആരോടെ സംസാരിക്കുന്നേ? ആ, അവിടെ ആരും ഇല്ല അച്ഛാ. ഞാൻ വെറുതെ അവിടെ നിന്ന്. ഓ, ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരുന്നോ? ഓ, നിന്റെ ഭർത്താവ് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു. ഓ, അവനുണ്ടല്ലോ ഈ വീടിന്റെ ദൃഷ്ടിപ്പൊട്ട. എനിക്കും വിഷമമുണ്ട് മോളെ. എന്ത് ചെയ്യാനാ, അവനത് മനസ്സിലാവില്ലല്ലോ. അങ്ങനെയുള്ളതൊന്നും ഇല്ല അച്ഛാ. അച്ഛൻ വിളിച്ച ഏട്ട സന്തോഷത്തോടെ വീട്ടിലേക്ക് വരും. അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് നടന്നോളൂ അച്ഛാ. പ്ലീസ് അച്ഛാ, അച്ഛൻ ഏട്ടനെ വീട്ടിലേക്ക് വിളിച്ചുകൂടെ? ആന്റി, നിങ്ങളുടെ കൈ തന്നെ. എന്തിനാ കൈയൊക്കെ പിടിക്കുന്നത്? അങ്ങനെയങ്ങ് നടന്നു വന്നാ പോരെ? ശ്യാം, സിഹി അവളുടെ പേരൻസിന്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പേരൻസ് ഇല്ലാതെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും റിസ്ക് അല്ലേ ശ്യാം? ഞാനങ്ങനെ റിസ്ക് ഒന്നും ഉണ്ടാക്കില്ല ആന്റി. ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങക്ക് സന്തോഷാവും. ഞാൻ എന്റെ പഴയ വീട്ടില് എന്റെ മുത്തശ്ശിന്റെയും കൂടെ നിക്കാറ്. എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിക്കും ബോറടിക്കും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം. സിഹിമോളെ, നീ കാരണം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാ. ഇപ്പൊ നീ വീട്ടിലോട്ട് വരാൻ പോവാ. സന്തോഷം ഇനിയും കൂട്ടാൻ നിന്നെ ഞങ്ങളുടെ കൂടെ നിർത്തട്ടെ. നീ നിൽക്കോ? അങ്ങനെ ചെയ്താൽ എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കോ? ഞങ്ങളുടെ മകളായവളെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് റെസ്ക്യൂ ചെയ്യാൻ വരും. റെസ്ക്യൂ? ഏയ്, ഞങ്ങൾ എന്താ തട്ടിക്കൊണ്ട് പോവാ? റെസ്ക്യൂ എന്നൊക്കെ പറയുന്നത് എന്താ? ശാലിനി, കൊച്ചു കുട്ടിയാവള്. കുട്ടികൾ അങ്ങനെയല്ലേ, എവിടെയോ കേട്ട് കാണും. അത് വേറെ ഏതെങ്കിലും കോണ്ടസ്റ്റിൽ യൂസ് ചെയ്യും. നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നവരല്ല, കെട്ടിപ്പിടിക്കുന്ന ഡോക്ടറാ. കറക്റ്റ് മോളെ. ഇനി എത്ര ദൂരം ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക്? എന്താ, കാലുവേദന ഉണ്ടോ? എടുക്കണോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ.
മോളെ അതാ അവിടെ അവിടെ കാണുന്നില്ലേ, അതാ വീട്. അതെയോ? വാ. അവനെല്ലാവരെയും പോലെ നിൽക്കുമെങ്കിൽ ഞാൻ എന്തിനാ മോളെ എതിർക്കുന്നേ? എനിക്കും അതെ, മകനെ മരുമകളെ ഒന്നിച്ച് കാണാൻ വലിയ ആഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ നീ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. അവന് വേണ്ടപ്പോ അവൻ വരും, നിൽക്കും. വേണ്ടാത്തപ്പോ അവന് തോന്നുന്ന പോലെ ഇറങ്ങിപ്പോവും. ഇതെന്താ സത്രാണ് മോളെ? ബോധം മറയുന്നത് വരെ കുടിച്ച് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. നമ്മുടെ ഈ വീട്ടില് ഇതെത്ര നല്ലതാണോ? മരുമകളായിട്ട് നീ പറ. എനിക്കൊരു കോഫി എടുക്കും മോളെ. അച്ഛൻ എന്നോട് പറഞ്ഞതൊക്കെ കേട്ടോ നിങ്ങള്? ഞാൻ ആദ്യമായിട്ട് കേൾക്കണോ? അതൊന്നും സാരമില്ല. എന്താ ഏട്ടാ നിങ്ങള്? നിങ്ങൾ ഈ കുടി നിർത്തുന്നത് വരെ അച്ഛൻ നിങ്ങളെ ഈ വീട്ടിലോട്ട് കയറ്റില്ല. മൂളുന്നോ? അല്ലേട്ടാ, സ്വന്തം വീട്ടിലേക്ക് ഒരു കള്ളനെ പോലെ നിങ്ങൾ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ വരുന്നേ? പ്ലീസ് ഏട്ടാ, ഇതൊന്ന് നിർത്തിക്കൂടെ? നോക്ക്, ഞാനിപ്പോ കുടി നിർത്തിയെന്ന് വെച്ചോ, എനിക്ക് ഭ്രാന്തി പിടിക്കും. നീ തന്നെ ഡിസൈഡ് ചെയ്തോ, ഇനി നിനക്ക് ഒരു ഭ്രാന്തനെ വേണോ ഉള്ള ഈ കുടിയനെ തന്നെ മതിയോ എന്ന്. അല്ലേട്ടാ, അച്ഛനാണെങ്കി നിങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞിട്ടാ പോയത്, അറിയോ? നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കുടിയെ നിർത്തില്ല, ഈ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. എന്റെ ചക്കര, നീ നോക്ക്, നീ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ അവനെന്താ ശ്യാമെന്നല്ലേ പറഞ്ഞത്, അവന്റെ വീട്ടിലേക്കാണ് നമ്മുടെ വീട്ടിലെ കുട്ടി പോയിരിക്കുന്നത്. അവളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. ആ കുഞ്ഞിനൊന്നും അറിയില്ല മോളെ, അത് പാവമാ. കുട്ടികൾ അങ്ങനെ കണ്ട് വീട്ടിലേക്ക് പോകാൻ പാടില്ല. അതും അവരുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് വിടാൻ പാടില്ലായിരുന്നു. ആദ്യം നീ പോയി സിഹി മോളെ കൊണ്ടുവരാനുള്ള പണി നോക്ക്. അയ്യോ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? സിഹി അവളുടെ ഇഷ്ടത്തിന് അവരുടെ വീട്ടിലോട്ട് പോയേ, ഞാൻ എങ്ങനെയാ അവളെ തിരിച്ചു കൊണ്ടുവരുന്നേ? ഇത് വലിയ കഷ്ടമാണല്ലോ. അയ്യോ സാധനം അങ്ങനെ പറയല്ലേ. അല്ല